ഹലോ ഫ്രണ്ട്സ്, PI നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. ഇവരുടെ ലോഞ്ചിങ്, അതായത് ഓപ്പൺ നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ മാസം 20 8 AM UTC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ടൈം 1:30 ആയിരിക്കും. ഉച്ചക്ക് 1:30 20 ഇത് ലോഞ്ച് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വായിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് അനൗൺസ്മെൻറ്റിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, Pioneer PI network will officially transition to the open network period of mainnet at 8 AM UTC. അപ്പോൾ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10.14 മില്യൺ മെയിനെറ്റ് മൈഗ്രേഷൻസ് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 19 മില്യൺ ഐഡൻറ്റിറ്റി വെരിഫൈഡ് പയോനീസ് ആയിട്ടുണ്ട്. KYC ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിപ്പോൾ എന്താണ് അതിൽ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. എൻ്റെ KYC ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഞാൻ ഏകദേശം 1.5 വർഷം മുമ്പ് കൊടുത്തിട്ട് ഇപ്പോഴാണ് ആയത്. KYC അപ്പോൾ കംപ്ലീറ്റ് ആകാത്തവരുണ്ടെങ്കിൽ ഇവരുടെ ഫോറങ്ങളിൽ പോയി ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും. ചാറ്റിൽ പോവുക. ചാറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചാറ്റ് റൂംസ് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അനൗൺസ്മെൻറ്റിലും അതുപോലെ തന്നെ ജനറൽ ചാറ്റ് റൂമിലൊക്കെ ജസ്റ്റ് നിങ്ങളുടെ മെസ്സേജ് ഒന്ന് അയക്കുക. ഇതിലൊരുപാട് പേര് KYC ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ടാവും. അവരെന്താണ് പറയുന്നതെന്നൊക്കെ നോക്കുക. ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 3 months, അതായത് KYC കംപ്ലീറ്റ് ആയിട്ട് മൈഗ്രേറ്റ് ആയിട്ടില്ലാത്ത ആളുകൾ ഇതിൽ മെസ്സേജ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോഡറേറ്റേഴ്സ് നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ആകാത്ത ആളുകൾ മെസ്സേജ് വിടുകയാണെങ്കിൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കും. അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് ആളുകൾ KYC ബേസ് ചെയ്തിട്ടുള്ള മെസ്സേജസ് അയച്ചിട്ടുണ്ട്. അതിലൊന്ന് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാറ്റ് ഗ്രൂപ്പുകൾ നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പയോനീസ് ഗ്രൂപ്പ് എടുക്കുക. അതിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മെസ്സേജ് ഒന്ന് അയച്ചു നോക്കുക. ഒരുപാട് പേർക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം ആളുകൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അറിയാവുന്ന ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് തന്നെ KYC കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന്. ഞാൻ ആക്ച്വലി എനിക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ റാൻഡം ആയിട്ടുള്ള ആപ്ലിക്കൻസിൻ്റെ ഡീറ്റെയിൽസാണ് എനിക്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ PI ബ്രൗസർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓപ്ഷൻസ് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ KYC ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ KYC എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ആക്ച്വലി ഒരു വാലിഡേറ്ററാണ്, KYC വാലിഡേറ്ററാണ്. 74 പേരോളം ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ 69 സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചില ടൈമൊന്നും ഇത് ഓപ്പൺ ആവില്ല. ഓപ്പൺ ആവുന്ന സമയം ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ റാൻഡം ആയിട്ടുള്ള ആളുകളുടെ KYC ആണ് എനിക്ക് കിട്ടുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ആളുകളെ സെലക്ട് ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ റെഫറൽ ടീമിനെ സെലക്ട് ചെയ്ത് അവരുടെ KYC കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല ഇതിൽ. മറിച്ച് ഇതിൽ റാൻഡമായിട്ട് ഓപ്പൺ ആയി വരും. അപ്പോഴേ എനിക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഇന്ന് ഞാൻ 2-3 പേരുടെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അത് വന്നിട്ടില്ല. അപ്പോൾ ഈ വാലിഡേഴ്സിന് എപ്പോഴും അങ്ങനെ ഓപ്പൺ ആയി കിട്ടില്ല. എന്തായാലും ഈ ഓപ്പൺ നെറ്റ്വർക്ക് ലോഞ്ച് ആയതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചിലപ്പോൾ നമുക്ക് ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ പർച്ചേസിങ്ങിനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ മിക്കവാറും എന്തായാലും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും ചിലപ്പോൾ ഓപ്പൺ നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ. അതിൻ്റെ കാര്യങ്ങളെല്ലാം 20 നമുക്കറിയാൻ സാധിക്കും. ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഈ ഓപ്പൺ നെറ്റ്വർക്ക് ലോഞ്ച് എന്ന് പറയുന്നത് പ്രോസസ്സ്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോഴും മൈൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് മൈൻ ചെയ്ത് മാക്സിമം കളക്ട് ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ മൈഗ്രേറ്റ് ആയത് ഏകദേശം 800 ടോക്കൺസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ റെഫറൽസിൻ്റെ ടോക്കണാണ് ഈ കിടക്കുന്നത്. അവർ മൈൻ ചെയ്തതിൻ്റെ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാം KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ആ കോയിൻസൊക്കെ എനിക്കും കയറുള്ളൂ. പക്ഷേ KYC കംപ്ലീറ്റ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ യാതൊരു വഴിയുമില്ലാത്ത ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. ടെൻറ്ററ്റീവ് KYC എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ആ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വെരിഫൈഡ് ആയ ആളുകളെ വീണ്ടും അവർ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വീണ്ടും അവർ വെരിഫൈ ചെയ്യും, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടെൻറ്ററ്റീവ് KYC കാണിക്കുന്ന ആളുകൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു വെരിഫിക്കേഷൻ കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നും അതിലില്ല. ഇനിയും 14 ദിവസം ഇതിൽ കാണിക്കുന്നുണ്ട് KYC വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ് കാണിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഒന്നില്ലെങ്കിൽ ബ്രൗസറിൽ പോയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഈ മെയിനെറ്റിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാൻ സാധിക്കും. മെയിനെറ്റ് ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കാണാം. ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണാം. മിക്കവരുടെയും ഈ ഒരു 6th അല്ലെങ്കിൽ 7th സെക്ഷനിലാണ് ബ്ലോക്ക് ആയിരിക്കുന്നത്.
ഞാൻ ഏകദേശം 1.5 വർഷം മുമ്പ് ചെയ്തിട്ട് 1 വർഷത്തോളം എടുത്തു എൻ്റെ KYC കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് മെയിനെറ്റിലേക്ക് മൈഗ്രേറ്റ് ആയത് നമ്മളുടെ ടോക്കൺസ് എല്ലാം. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഓപ്ഷനിൽ വന്ന് നോക്കുക. PI ബ്രൗസർ എടുത്തിട്ട് സൈൻ ഇൻ ചെയ്ത് നോക്കുക. PI ബ്രൗസർ ഇല്ലാത്ത ആളുകൾ അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ ഈ സെക്ഷൻ എടുക്കുമ്പോൾ ഫോണിലില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം ബ്രൗസർ. എന്നിട്ട് നിങ്ങൾ ഈ KYC എടുത്ത് നോക്കുക. KYC എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ജസ്റ്റ് വീണ്ടും ഒന്ന് എടുത്ത് നോക്കുക. ഞാനിപ്പോൾ ഓൾറെഡി വാലിഡേറ്റർ ആയാലും എനിക്ക് ആ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പക്ഷേ നിങ്ങളുടെ മറ്റ് വേറെ ഏതെങ്കിലും ഓപ്ഷനിലായിരിക്കും വരുന്നത്. എൻ്റെ ഇപ്പോൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് മൈ KYC ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം KYC പാസ്ഡ്, അതുപോലെ തന്നെ വാലിഡേറ്ററിൻ്റെ ടെസ്റ്റും പാസ്സായിട്ട് നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നോക്കാൻ അറിയാത്ത ആളുകൾ ഇതുപോലെ 2 രീതിയിലും എടുത്ത് നോക്കുക. ഇതിലെന്തെങ്കിലും ഓപ്ഷൻസ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ റീ എൻ്റർ അല്ലെങ്കിൽ റീസബ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് റീസബ്മിറ്റ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ടോക്കൺസ് മറ്റുള്ള വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സമയം എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിൽ തന്നെ വാലറ്റ് എടുക്കുക. വാലറ്റ് ഇല്ലാത്ത ആളുകൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലാത്ത ആളുകൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പാസ് ഫ്രേസ് കിട്ടും. അതെപ്പോഴും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ഒന്നില്ലെങ്കിൽ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് മൊത്തം ഒരു നോട്ട് പാഡിലായിട്ട് സേവ് ചെയ്ത് വെക്കുക. കാരണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് റീ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാലറ്റ് നമുക്ക് നഷ്ടമാവും. വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ അത് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക, ഫിംഗർ പ്രിൻ്റ്. അപ്പോൾ എപ്പോഴും നമ്മൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ PI മെയിനെറ്റിലേക്ക് പോകും. എൻ്റെ ബാലൻസ് ഇപ്പോൾ ഇതാണ്, ബാക്കിയുള്ളതെല്ലാം പതുക്കെ വരുവുള്ളൂ. എന്നിട്ട് പേ ആൻഡ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ ഇപ്പോൾ പേ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കാൻ ആൻഡ് ഷോ അവരുടെ പേ ചെയ്യേണ്ട ആളുടെ QR കോഡ് ഉണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ മാനുവലായിട്ട് വാലറ്റ് അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മെമ്മോ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുത്താൽ മതിയാവും. എന്നിട്ട് PI ഇവിടെ എൻട്രി ഏറ്റവും മുകളിൽ എത്ര PI ആണ് കൊടുക്കേണ്ടത് അതിവിടെ എൻട്രി ചെയ്യുക, ദെൻ സെൻഡ് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് മറ്റുള്ള വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ QR കോഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇത് നമ്മളുടെ QR കോഡ്, മറ്റുള്ള QR കോഡ് എടുക്കണമെങ്കിൽ ഇത് സ്കാൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. എല്ലാ ഓപ്ഷൻസും ഇതിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. മെയിനെറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഓപ്പൺ നെറ്റ്വർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസും എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇവർ ഒരുപാട് പുതിയ ആപ്ലിക്കേഷൻ ഇത് ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റുള്ള എക്സ്ചേഞ്ചിലൊക്കെ വിൽപ്പന നടത്താനുള്ള ഓപ്ഷനൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും. അത് ഈ ഓപ്പൺ നെറ്റ്വർക്കിലുണ്ടോ എന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇത് വായിച്ച് നോക്കിയിട്ടില്ല, വായിച്ച് നോക്കണം. ഇത് ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ഓരോ സ്റ്റേജിൻ്റെ കാര്യങ്ങളെല്ലാമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം നോട്ട് ചെയ്തിട്ടുണ്ട്, ദ നെറ്റ്വർക്ക് ഷുഡ് കണ്ടിന്യൂ ദ KYC ആൻഡ് മൈഗ്രേഷൻ പ്രോസസ് ആഫ്റ്റർ ഓപ്പൺ നെറ്റ്വർക്ക് ലോഞ്ചസ്. ഇഫ് യു ഹാവ് ഇൻ യെറ്റ് പ്ലീസ് ഡു ആസ് സൂൺ ആസ് പോസിബിൾ ഇൻ ദ ഓപ്പൺ നെറ്റ്വർക്ക് പീരീഡ്. അതായത് ഓപ്പൺ നെറ്റ്വർക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെയും KYC പ്രോസസ്സ് എല്ലാം വർക്കിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ടോക്കണിൻ്റെ മൈഗ്രേഷൻ പ്രോസസ്സും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവർ അല്ലെങ്കിൽ ചെയ്തിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ലഭിച്ചവർ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നുമില്ല. നമ്മൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ അത് ഒരു കഥ പോലെ ഇവർ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലോഞ്ച് പീരീഡ് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുമെന്ന് നമുക്ക് ആ ദിവസം അറിയാം. അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ കുറച്ച് സമയമുള്ളൂ, ജോയിൻ ചെയ്ത് വെക്കുക. എന്തായാലും ഒരുപാട് പേര് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ പഴയ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും നിങ്ങളിപ്പോൾ ഫേസ്ബുക്കൊക്കെയാണ് വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റീലോഗിൻ ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ പഴയ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് ID വെച്ചിട്ടായിരുന്നു ഞാൻ അന്ന് ലോഗിൻ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പഴയ ഫോൺ നഷ്ടപ്പെട്ടപ്പോഴും ഈ ഒരു ആപ്ലിക്കേഷൻ വീണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ഫേസ്ബുക്ക് സൈനപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നപ്പോൾ ഞാനത് ലിങ്ക് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അത് അല്ലെങ്കിൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ID-യും പാസ്വേഡും ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റീഓപ്പൺ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് എടുക്കാം, യാതൊരു പ്രോബ്ലവും ഇല്ല. ഇനി പാസ്വേഡ് മറന്നുപോയ ആളുകൾ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എനിക്ക് ആ രീതിയൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം സൈൻ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീലോഗിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം വരുന്നത് കാരണം ഞാൻ സൈൻ ഔട്ട് ചെയ്ത് നോക്കിയിട്ടുമില്ലത്. ഫോർഗോട്ട് പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് ട്രൈ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊബൈൽ നമ്പർ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെച്ച് കൂടി ട്രൈ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് എടുക്കാൻ നോക്കുക. ഒരുപാട് പേര് പഴയ ഫോണൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഫോൺ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ പുതിയ ഫോൺ എടുത്തപ്പോൾ ഇത് കളഞ്ഞിട്ടുണ്ട്.
അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇത്രയും കാലം നമ്മൾ മൈനൊക്കെ ചെയ്തിട്ട് അവസാനം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ ആ സംഭവം ഇല്ലെങ്കിൽ വളരെ വിഷമമായിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ 2-3 ദിവസമായിട്ട് എൻ്റെ പഴയ റെഫറൽ ടീമൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം 300 എന്തോ ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ, മൈൻഡ് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ 342 ആയിട്ടുണ്ട്. ഏകദേശം 3906 റെഫറൽസ് എനിക്കുണ്ടായിരുന്നു. കുറേ നാൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോൾ അവരും സ്റ്റോപ്പ് ചെയ്തു. അത് കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ വീണ്ടും മൈൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സംഭവം കയ്യിലുള്ള ആളുകൾ തീർച്ചയായിട്ടും നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുന്നവരെ അല്ലെങ്കിൽ മൈനിങ് സ്റ്റോപ്പ് ആവുന്നവരെയും തീർച്ചയായിട്ടും മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ സംഭവങ്ങൾ എന്തെല്ലാം ഇത്ര വരെ എത്തി. എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. കൂടുതൽ അപ്ഡേഷൻ വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനി പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.